റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈയൊരു യുദ്ധത്തെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് റഷ്യ ഇതുവരെയും സെലൻസ്കിയെ ന്യൂട്രലൈസ് ചെയ്യാത്തത്? അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കുമിടയിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? ഇങ്ങനെ പല സംശയം നമുക്കുണ്ടാകാം. ഇതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത ഇപ്പൊ വന്നിട്ടുണ്ട്. ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപ് വന്ന ഒരു വാർത്തയായിരുന്നു. അത് ഇപ്പൊ വളരെ വേഗത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അതെന്ത് വാർത്തയാണ്? സെലൻസ്കിയെ എന്തുകൊണ്ട് റഷ്യ ഇതുവരെയും ന്യൂട്രലൈസ് ചെയ്തില്ല? കൂടാതെ ഇറാനെ കുറിച്ചുള്ള ചില വാർത്തകൾ. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആർട്ടിക് സമുദ്രത്തെ നമ്മൾ എന്തുകൊണ്ട് നോർത്തേൺ റഷ്യൻ ഓഷ്യൻ എന്ന് പേര് മാറ്റാൻ പാടില്ല? അമേരിക്കയിൽ ട്രംപ് അധികാരമേറ്റതിനു ശേഷം അവരുടെ രാജ്യത്ത് തന്നെ പല മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് നിന്നും പല 1000 കിലോമീറ്റർ മാറിയുള്ള പ്രദേശത്തെ പോലും മുൻ രാഷ്ട്രീയ പ്രവർത്തകരുടെ പേര് വയ്ക്കണം എന്നവർ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിനടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ കടൽ അതിർത്തിയായിട്ടുള്ള പ്രദേശത്തെ എന്തുകൊണ്ട് നമുക്ക് റഷ്യൻ പേരിലേക്ക് മാറ്റിക്കൂടാ എന്ന റഷ്യയിൽ ഒരു സംസാരം ഉയർന്നു വരുന്നുണ്ട്. ഇത് കേൾക്കാൻ തമാശ പോലെ തോന്നിയാലും ഇതിൽ വാലിഡായ പോയിന്റ് ഉണ്ട്. കാരണം പനാമ കനാൽ വിഷയത്തിലും ഗ്രീൻലാൻഡ് വിഷയത്തിലും വീണ്ടും പല സ്ഥലങ്ങളിൽ അമേരിക്ക പ്രശ്നം സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ അവിടെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് റഷ്യക്കാർ ചോദിക്കുന്നത്. ഇപ്പൊ റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ ഇതുമാത്രം അല്ല പ്രശ്നം. 2022 മാർച്ച് മാസം ഫെബ്രുവരി മാസത്തിൽ റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ ഈ യുദ്ധമുണ്ടായി. 2022 ഫെബ്രുവരി മാസം എന്നത് ഉക്രൈനിയരും മറക്കില്ല, റഷ്യയ്ക്കും മറക്കാൻ സാധിക്കില്ല. കാരണം അത്രത്തോളമുള്ള ഒരു പ്രശ്നമായിരുന്നു 2 വശത്തും ഉണ്ടായത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാർച്ച് മാസം ഈ യുദ്ധം വളരെ തീവ്രതയിൽ നടക്കുമ്പോൾ ഇസ്രായേലിന്റെ അപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ മോസ്കോയിൽ ചെന്ന് നേരിട്ട് പുടിനുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു വാർത്ത അത് വളരെ ചർച്ചാ വിഷയമായ ഒരു കാര്യമായിരുന്നു. കാരണം ആ സമയം ഒരുപാട് പേർ ചിന്തിച്ചത് തീർച്ചയായും ഇസ്രായേലിനെ കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കും. കാരണം ഇസ്രായേൽ യഹൂദർക്കായിട്ടുള്ള ഒരു രാജ്യമാണ്, സെലൻസ്കിയും ഒരു യഹൂദനാണ്. ഈ ഒരു കണക്ഷൻ കാരണം റഷ്യയ്ക്കും ഇസ്രായേലിനും ഇടയിലുള്ള ഒരു സൗഹൃദത്തെ വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ ഇവരെ കൊണ്ട് എന്തെങ്കിലും ഒരു രീതിയിൽ ഈ യുദ്ധത്തെ അവസാനിപ്പിക്കാൻ എന്ന് ചിന്തിക്കുമ്പോൾ അത് അവിടെ പ്രയോജനകരമായി വന്നില്ല. എന്നാൽ ആ സമയത്ത് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ നൽകിയ ഒരു അറിയിപ്പ് തീർച്ചയായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കൊല്ലില്ല. അതിനായിട്ടുള്ള ഒരു ഉറപ്പ് എനിക്ക് നൽകിയിട്ടുള്ള ആ ഒരു ഉറപ്പ് വെച്ച് ഞാൻ പറയുകയാണ്, സെലൻസ്കിയെ ഒരിക്കലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തീർച്ചയായും ന്യൂട്രലൈസ് ചെയ്യില്ല എന്ന ഒരു ഗ്യാരണ്ടി പുറത്തുവിട്ടു. കൂടെ മറ്റൊരുപാട് വാർത്ത പുറത്തു വന്നിരുന്നു. കാരണം ഈ ഒരു അറിയിപ്പ് വരുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം വരെയും സെലൻസ്കിയുടെ ലൊക്കേഷൻ എന്നത് അൺഐഡന്റിഫൈഡ് ആയിരുന്നു. അദ്ദേഹം എവിടെയാണ് ഉള്ളത്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പ്രൊട്ടക്ഷനിലാണ് ഉള്ളത്, ഏത് രീതിയിലുള്ള വാർത്തയും പുറത്തു വന്നില്ല. ബങ്കേഴ്സിനുള്ളിൽ വളരെ സേഫായി മറ്റ് അധികാരികൾക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ എപ്പോഴാണോ ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററോട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇങ്ങനെ ഒരു ഉറപ്പ് നൽകിയത്, ആ ഒരു ഉറപ്പ് നൽകിയ അടുത്ത ദിവസം തന്നെ സെലൻസ്കിക്ക് ധൈര്യം വന്നു. നേരിട്ട് അദ്ദേഹം പുറത്തേക്ക് വന്ന് ഉക്രൈനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിന്ന് ഒരു സെൽഫി എടുത്തു. ഞാൻ ആർക്കും ഭയപ്പെടില്ല, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന ക്യാപ്ഷനോട് കൂടി അത് പോസ്റ്റ് ചെയ്തു. സത്യത്തിൽ അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഉറപ്പ് വരുന്നതിന് മുൻപ് ഇങ്ങനെ ചെയ്യണമായിരുന്നു. ഇത് ഇസ്രായേൽ ഫോർമർ പ്രൈം മിനിസ്റ്റർ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. എന്നാൽ അങ്ങനെ പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ സംസാരം വീണ്ടും മാറ്റാൻ തുടങ്ങി. അപ്പൊ ഇവിടെ റഷ്യയുടെ നിലപാട് വ്യക്തമായി മനസ്സിലാക്കാം. തീർച്ചയായും അവിടെ സെലൻസ്കി അല്ല പ്രശ്നം. ഉക്രൈനിൽ ഉണ്ടാകുന്ന ആ ഭരണമാറ്റവും അവിടെ നാറ്റോയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കരുത് എന്നുള്ളത് മാത്രമാണ് റഷ്യയുടെ ലക്ഷ്യം. കൂടാതെ റോയിട്ടേഴ്സിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത ഇത് നിങ്ങൾ നോക്കുക. ഉക്രൈനുള്ളിൽ ഇലക്ഷൻസ് നടക്കണം. ഇലക്ഷൻ സംഭവിച്ചാൽ മാത്രമേ നമ്മളെ കൊണ്ട് സമാധാനത്തോടു കൂടി ഈ ഒരു നെഗോസിയേഷൻ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് അമേരിക്കയുടെ ഉക്രൈന്റെ സ്പെഷ്യൽ എൻവോയ് അവരുടെ ഒരു വാർത്ത പറഞ്ഞു. അപ്പോ ഇവരെല്ലാവരും ചേർന്ന് സെലൻസ്കിക്കായിട്ടുള്ള ഒരു അന്ത്യം കുറിക്കുകയാണ്. അതായത് സെലൻസ്കി അദ്ദേഹത്തിന്റെ ഓഫീസിലെ അവസാന ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ഇലക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൽ സെലൻസ്കി ജയിക്കില്ല. ഈ പറയുന്നത് വിശ്വാസം വന്നില്ലെങ്കിൽ ഉക്രൈന്റെ ചില മാധ്യമങ്ങളിൽ പറയുന്ന വാർത്ത അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് മീഡിയയിൽ പറയുന്ന ഏത് വാർത്ത എടുത്ത് നോക്കിയാലും മനസ്സിലാക്കും. ഉക്രൈനിയൻകാർ സെലൻസ്കിയെ വളരെയേറെ വെറുക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ യുദ്ധം അല്ല, അല്ലെങ്കിൽ ഈ യുദ്ധം കാരണം ഉണ്ടാകുന്ന നഷ്ടമൊന്നുമല്ല, ഫോഴ്സ്ഡ് മൊബിലൈസേഷൻ. ഇത് ഇദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഭരണത്തിനും വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന സഹായം, പണമായി വരുന്ന സഹായം ഒന്നും ജനങ്ങൾക്ക് പോയി ചേരുന്നതേയില്ല. അതിൽ കമ്മീഷൻ എടുക്കുക, അതുവഴി ഒരുപാട് ലാഭം കൊയ്യുക, ഇങ്ങനെ ജനങ്ങളുടെ വെറുപ്പ് മുഴുവനും സമ്പാദിച്ചു വച്ചിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട കാരണം. ഇങ്ങനെ ഉക്രൈൻ റഷ്യ പ്രശ്നം ഒരു ഭാഗത്ത് വളരെ തീവ്രമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒഡീസയുടെ വളരെ പ്രധാനപ്പെട്ട എലൈറ്റായ ഹോട്ടൽ, ആ
ഹോട്ടലിന്റെ പേര് ബ്രിസ്റ്റോൾ. ഈ പ്രദേശത്ത് ഇന്നലെ രാത്രി റഷ്യൻ സൈന്യം ഒരു വലിയ ഏരിയൽ അറ്റാക്ക് നടത്തി. 40-ലധികം മിസൈൽസ് ഇതിൽ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഒഡീസ പ്രദേശത്ത് ഇത്രയും മോശമായ ഒരു ആക്രമണം റഷ്യൻ സൈന്യം ചെയ്തു. അതിൽ ഉക്രൈനു വേണ്ടി കൂലിക്കായി യുദ്ധം ചെയ്യാൻ വന്ന ഫോറിൻ മെർസനറീസ്, ഇവരിൽ ഒരുപാട് പേർ അവിടെ താമസിച്ചിരുന്നു. ഇവരിൽ ആരൊക്കെ മരിച്ചു, മറ്റെന്തെങ്കിലും പ്രശ്നം അവിടെ സംഭവിച്ചോ, യാതൊരു കൗണ്ടും ഇതുവരെയും പുറത്തു വന്നില്ല. യാതൊരു കാര്യമായ നാശനഷ്ടവും സംഭവിച്ചില്ല. 140-ൽ കൂടുതൽ ഡ്രോൺസ് റഷ്യ ഉപയോഗിച്ചു. അതിൽ 60-ൽ കൂടുതൽ ഷാഹി ഡ്രോൺസിനെ ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്തു. മറ്റു ഡ്രോൺസ് എല്ലാം ലൊക്കേഷൻ ലോസ് ചെയ്തു എന്ന ഒരു വാർത്ത പുറത്തുവിട്ടു. പക്ഷെ അതിന്റെ ഇമേജസ് ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് പുറത്തുവിട്ടില്ല. പക്ഷെ നിങ്ങൾ നോക്കുക, സത്യത്തിൽ അവിടെ എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ തന്നെ കാണുക. ഇവയെല്ലാം അവിടെ സംഭവിച്ച ആ ഒരു ഏരിയൽ അറ്റാക്കിന്റെ ആഘാതമാണ്. ഇതിലകത്തേക്ക് വന്ന എല്ലാ മിസൈൽസിനെയും ഇന്റർസെപ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകളും വന്നിരുന്നു. അങ്ങനെ എല്ലാ മിസൈൽസും ഇന്റർസെപ്റ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ഒരു നഷ്ടം റഷ്യക്ക് ഉക്രൈനിൽ ഉണ്ടാക്കാൻ സാധിക്കില്ലായിരുന്നു. ഇതിൽ നമുക്ക് വരുന്ന ഏറ്റവും വലിയൊരു സംശയം അല്ലെങ്കിൽ ആശ്ചര്യം, റഷ്യയുടെ പക്കൽ ഒരുപാട് ബങ്കർ ബസ്റ്റർ വെപ്പൺസ് അല്ലെങ്കിൽ പല ഉയരമുള്ള കെട്ടിടങ്ങളെയെല്ലാം നശിപ്പിക്കേണ്ട തരത്തിലുള്ള ഒരുപാട് വെപ്പൺസ് ഉണ്ട്. എന്നാൽ അതൊന്നും റഷ്യ ഇങ്ങനെയുള്ള സ്ട്രൈക്സിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇതുവരെയും അവർ ഉപയോഗിച്ചതെല്ലാം ക്രൂയിസ് മിസൈൽസ്, സാധാരണ ഷാഹിദ് സീരീസ് ഡ്രോൺസ്. ഇങ്ങനെ ഒരു മിനിമം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിൽ മാത്രമാണ് റഷ്യ ഇപ്പോഴും ആക്രമിക്കുന്നത്. അതിന് ഒരു നല്ല ഉദാഹരണം ഇപ്പോഴുണ്ടായ ഒരു ആക്രമണം തന്നെയാണ്. ഈ സ്ഥാനത്ത് റഷ്യ ഹെവി ബോംബ്സ് എന്തെങ്കിലും ഉപയോഗിച്ചിരുന്നെങ്കിൽ അവിടെയുള്ള മുഴുവൻ കെട്ടിടവും അവിടെ കല്ലും മണ്ണും മാത്രമേ അവശേഷിച്ചേനെ. ഇതിൽ റഷ്യ ഉപയോഗിച്ച വെപ്പൺസ് 7 ഇസ്കാൻഡർ M മിസൈൽസ്, 7 ഇസ്കാൻഡർ K മിസൈൽസ്, 8 KH-22 മിസൈൽസ്. ഇത് TU-22 M3 ബോംബേഴ്സിൽ നിന്നും ലോഞ്ച് ചെയ്യുന്നതാണ്. 4 കാലിബർ ക്രൂയിസ് മിസൈൽ, 8 KH-101 മിസൈൽസ്, 10 KH-59 മിസൈൽസ്, 2 KH-31P ഗൈഡഡ് മിസൈൽസ്. ഇങ്ങനെ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രത്തോളം കൂടുതൽ മിസൈൽസ് ഉപയോഗിച്ച് ഒരു വലിയ ഇമ്പാക്ട് റഷ്യ ഒറ്റ രാത്രിയിൽ അവിടെ നടത്തിയിട്ടുണ്ട്. ഇതിന് ഉക്രൈൻ എങ്ങനെ റിട്ടാലിയേഷൻ ചെയ്തു എന്ന് ചോദിച്ചാൽ, സ്വിറ്റ്സ പ്രദേശത്തുള്ള ഒരു ബോർഡിംഗ് സ്കൂൾ, അവിടെ സുമി റീജിയനിൽ നിന്നും ഒരു ഹെവി ആർട്ടിലറി റോക്കറ്റ് ഫയറിംഗ് നടത്തി. ഇതിൽ മുഴുവനായും ആ ബിൽഡിംഗ് നശിപ്പിച്ചിട്ടുണ്ട്. 90-ലധികം ആളുകൾ അവിടെ ട്രാപ്പ് ആയിട്ടുണ്ട്. ഇതിൽ തീർച്ചയായും മരണനിരക്ക് അധികമാകാൻ ചാൻസ് ഉണ്ട്. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ അതിതീവ്രമായി തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്തും 2 വശത്തു നിന്നും ബ്ലെയിം ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റഷ്യ പറയുന്നത് ഉക്രൈനാണ് സുമി റീജിയനിൽ നിന്നും ഈ ഒരു അറ്റാക്ക് നടത്തിയത്, ഉക്രൈൻ ഉപയോഗിച്ച ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയെന്നും പറഞ്ഞു. ഉക്രൈൻ പറഞ്ഞത് ഇല്ല, റഷ്യ ഇത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അവരുടെ സിറ്റിസൺസിനെ അവർ തന്നെ ആക്രമിച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്ന രീതിയിൽ അവർ പറയുകയാണ്. സ്വന്തം രാജ്യത്തെ പൗരന്മാരെ തന്നെ അവർ ബലികൊടുത്തു. ഇങ്ങനെ 2 ഭാഗത്തും മാറി മാറി കുറ്റാരോപണം നടത്തുന്നു. എന്നാൽ റഷ്യ വളരെ വ്യക്തമായി പറഞ്ഞു, സുമി റീജിയനിൽ നിന്നാണ് ഇവർ ഈ ആർട്ടിലറി സ്ട്രൈക്ക് നടത്തിയത്. സുമി റീജിയനിൽ നിന്നും വളരെ അടുത്താണ് ഈ ഒരു പ്രദേശമുള്ളത്, ടൗൺ ഓഫ് സ്വിറ്റ്സ. മാക്സിമം 25-30 കിലോമീറ്റർ. കൂടെ അവരുടെ മൊബൈൽ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റവും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ മെറ്റീരിയൽസും എടുത്ത് ഒരു എവിഡൻസോടുകൂടി റഷ്യ കാണിച്ചു. ഒരുപക്ഷെ ഇത് ഉക്രൈൻ തന്നെയാണ് ചെയ്തതെങ്കിൽ റഷ്യയുടെ റിട്ടാലിയേഷൻ വളരെ തീവ്രമായി തന്നെയായിരിക്കും. അടുത്ത അവസാനം, ഇസ്രായേൽ ഇറാൻ എന്താണ് പ്രശ്നം? ഇറാനെതിരെ അമേരിക്ക വരുമോ ഇല്ലയോ? ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം ഇതിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളത് തന്നെ വലിയൊരു ചോദ്യമാണ്. ഇതിന് പുറകിലുള്ള ചില കാരണങ്ങൾ മാത്രം പറയാം. ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഒരു കാര്യത്തിൽ വളരെ ഉറച്ചു നിന്നു. ഒന്നുകിൽ ഇസ്രായേൽ ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സിനെ ആക്രമിക്കാൻ പാടില്ല. അങ്ങനെ ആക്രമിച്ചാൽ പാലസ്തീൻ, ഗാസ, ഹിസ്ബുള്ള, ഹമാസ്, യമനിലുള്ള ഹൂത്തീസ് ഇവരെല്ലാവരും എസ്കലേഷൻസ് അധികമാക്കും. അതുകൊണ്ട് ഇസ്രായേലിനെതിരെ ആയുധങ്ങൾക്കുള്ള ഒരു നിരോധനം ഏർപ്പെടുത്തി. ചില ആയുധങ്ങൾ നിങ്ങൾ നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിനായിട്ടുള്ള ഒരു തടസ്സം ഏർപ്പെടുത്തി. പക്ഷെ തേർഡ് പാർട്ടീസ് വഴി അത് റീറൂട്ട് ചെയ്ത് വിടുകയും ചെയ്തു. പക്ഷെ നേരിട്ട് നൽകാനായി അവിടെ ഒരു നിരോധനം ഏർപ്പെടുത്തി. എന്നാൽ ട്രംപ് ഓഫീസിൽ വന്നതിന് ശേഷം ഇസ്രായേലിലുണ്ടായിരുന്ന മുഴുവൻ വെപ്പൺ ബാൻസും നിരോധിച്ചു. ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ അധികം പുറത്തു വന്നിട്ടേയില്ല. കൂടാതെ എല്ലാ രാജ്യങ്ങളിലേക്ക് പോകുന്ന സഹായം കട്ട് ചെയ്തപ്പോഴും ഇസ്രായേലിന് പോകുന്ന സഹായത്തെ കട്ട് ചെയ്തിട്ടേ ഇല്ലായിരുന്നു. ആയുധ നിർമ്മാണത്തിനായിട്ടുള്ള സഹായമെല്ലാം വർദ്ധിച്ചിട്ടേ ഉള്ളൂ. കൂടാതെ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്, ഇസ്രായേലിനെ ചുറ്റി പല മോശം ആളുകൾ ഉണ്ട്. അവരിൽ നിന്നും ഇസ്രായേലിനെ സംരക്ഷിക്കാൻ ഇസ്രായേൽ എന്ത് ചെയ്താലും ഞങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് തന്നെ ചെയ്യും. അപ്പോൾ ഇത്രത്തോളമൊക്കെ ഇപ്പോഴും സംസാരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇറാനിൽ ഒരു അറ്റാക്ക് നടത്തില്ല അല്ലെങ്കിൽ റിട്ടാലിയേഷൻ നടത്തില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. എന്തോ ഒരു വലിയ കാര്യം ഇസ്രായേൽ ചെയ്യാൻ പോവുകയാണ്. എന്നാൽ ഇറാനെതിരെ അവരെങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം. നേരിട്ട് അവർ ഇറങ്ങി അടിക്കാൻ പോവുകയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇറാനുള്ളിൽ അവരുടെ മൊസാദിനെ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നു എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.